തൃശൂർ ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരിമരുന്ന് കേസിൽ കുടുക്കിയ സംഭവത്തിൽ പിടിയിലായി ലിവിയെ കേരളത്തിലെത്തിച്ചു. മുംബൈയിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ലിവിയെ കൊച്ചിയിലെത്തിച്ചത്. വ്യക്തിവൈരാഗ്യമാണ് സംഭവത്തിന് പിന്നിലെന്ന് പോലീസിന് ലിവിയ മൊഴി നൽകിയിട്ടുണ്ട്. പ്രതി നാരായണദാസിനൊപ്പം ഇരുത്തി ചോദ്യം ചെയ്ത കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ദുബായിൽ നിന്ന് മുംബൈയിലെത്തിയപ്പോഴാണ് ലിവിയെ പിടികൂടിയതെന്ന് SI സജീവ് വർഗീസ് 24-നോട് പറഞ്ഞു. ഇവര് ദുബായിലായിരുന്നു. അവർ ബോംബെയിൽ വന്നു. നമുക്ക് ലുക്കൗട്ട് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ എമിഗ്രേഷൻ ഡീറ്റെയിൻ ചെയ്തിട്ട് സഹർ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറിയിരുന്നു. അവിടെ നിന്ന് നമ്മൾ റിസീവ് ചെയ്ത് ഇന്നലെ കോടതിയിൽ ഹാജരാക്കി. അതിനുശേഷം ഇന്നിവിടെ എത്തിച്ചു. കേസിൻ്റെ വിവരങ്ങളെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുങ്ങല്ലൂർ DSP ആണ്. അദ്ദേഹം നിങ്ങളോട് പറയും. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ നിതിൻ അംബുജനാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. നിതിൻ, ലിവിയെ കൊടുങ്ങല്ലൂരിൽ എത്തിച്ച് ചോദ്യം ചെയ്യുക എന്നാണല്ലോ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നാരായണദാസിനൊപ്പം ഇരുത്തി ചോദ്യം ചെയ്ത കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണല്ലോ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. എന്തൊക്കെയാണ് വിവരങ്ങൾ നിതിൻ? ഉന്മേഷ്, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. പ്രധാനപ്പെട്ട ഒരു നീക്കം തന്നെയാണ് കഴിഞ്ഞ ദിവസം അന്വേഷണത്തിന്റെ ഭാഗത്തും ഉണ്ടായത്. നേരത്തെ തന്നെ നമുക്കറിയാം ലിവിയോട് പലതവണ ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇതിനിടയിലാണ് ബംഗളൂരിൽ ജോലി ചെയ്യുന്ന ലിവിയ പിന്നീട് ദുബായിലേക്ക് കടന്നു കളഞ്ഞത്. ഇതിനിടയിൽ നാട്ടിലെത്തി മുൻകൂർ ജാമ്യം എടുക്കാനായിരുന്നു ലിവിയുടെ നീക്കം. ഇതിനിടയിലാണ് മുംബൈ വിമാനത്താവളത്തെത്തിയ ലിവിയെ അന്വേഷണ സംഘം പിടികൂടിയത്. അതിനുശേഷം ഇപ്പോൾ കൊച്ചിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് മുംബൈയിൽ നിന്ന് കൊച്ചിയിൽ എത്തിച്ചത്. അതിനുശേഷം ഇപ്പോൾ കൊടുങ്ങല്ലൂർ എത്തിച്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇനി ചോദ്യം ചെയ്യും. ലിവിയെ എവിടെ നിന്നാണ് ഈ ലഹരിമരുന്ന് കിട്ടിയത്, മാത്രമല്ല എന്താണ് ഈ കേസിനാസ്പദമായി അല്ലെങ്കിൽ എന്തിനാണ് ഷീല സണ്ണിയെ കൊടുക്കാനുള്ള നീക്കം നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തത വരുത്തണം. ഇതിനെ തന്നെ ഒരു കാര്യം അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് നൈജീരിയൻ പൗരനിൽ നിന്നാണ് ലിവിയ ഈ ലഹരി മരുന്ന് വാങ്ങിയതെന്നാണ്. പക്ഷേ ഇത് മുൻപ് ഈ കേസിൽ ലിവിയയ്ക്ക് ഈ നൈജീരിയൻ പൗരനെ നേരത്തെ പരിചയമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തത വരുത്തണം. അത്തരം ചോദ്യം ചെയ്യൽ നടപടികളാണ് ഇനി എന്തായാലും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തും ഉണ്ടാവുക. അതോടൊപ്പം തന്നെ നാരായണദാസിനെയും ഒപ്പം എത്തി ചോദ്യം ചെയ്യലുള്ള നടപടികൾ സ്വീകരിക്കും. ഷീല സണ്ണി ഇത്തരത്തിൽ കൊടുക്കാനുള്ള കാരണം എന്താണ്, കുടുംബവഴക്കിനപ്പുറം മറ്റെന്തെങ്കിലും കാരണമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിലാകും ഇനി എന്തായാലും അന്വേഷണ സംഘം ലിവിയെ ഒപ്പം ഇരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുള്ളത്. നമുക്കറിയാം വ്യാജ ലഹരി മരുന്ന് കേസിൽ ഷീല സണ്ണി 2 മാസത്തിലധികമാണ് ജയിലിൽ കിടന്നത്. അതിനുശേഷമാണ് പിന്നീട് ഷീല സണ്ണി കേസിൽ വ്യാജ ലഹരി മരുന്നാണെന്ന് വ്യക്തമായത്. പിന്നീട് പലതവണ നാരായണദാസിനെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് നാരായണദാസിനെ പിടികൂടാൻ സാധിച്ചത്. ഇതിനിടയിലും ലിവിയെ ചോദ്യം ചെയ്യലിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും പക്ഷേ ആ നീക്കത്തെ അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലോട് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ നടപടിയോട് യാതൊരു തരത്തിലും സഹകരണം എന്തായാലും ലിവിയുടെ ഭാഗത്തും ഉണ്ടായില്ല. പിന്നീട് വിദേശത്തേക്ക് കടന്നു കളിയായിരുന്നു ചെയ്തത്. അതിനുശേഷമാണ് പിന്നീട് ലിവിയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്നു അന്വേഷണ സംഘം. അങ്ങനെയാണ് മുംബൈയിലെത്തിയ ലിവിയെ അന്വേഷണ സംഘം പിടികൂടിയത്. അതിനിടെ സഹർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി പിന്നീട് കോടതി മുഖാന്തരം ഇപ്പോൾ നാട്ടിലെത്തിച്ചു. ഇനി വിശദമായി ചോദ്യം ചെയ്യലാകും എന്താണ് ഈ കേസിന് പിന്നിലെ കാരണമെന്ന് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തും ഇനി തുടർ നടപടിയുടെ ഭാഗമായി ഇന്ന് വിശദമായി തന്നെ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന് ഷീല സണ്ണിയോട് ഇവർക്ക് പകയുണ്ട് എന്ന കാര്യത്തിൽ ഇവർ അത് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ അത് എന്ത് കാര്യത്തിനായിരുന്നു, ഇതൊക്കെ ഈ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോഴാണല്ലോ മനസ്സിലാക്കുന്നത്. ഇന്ന് തന്നെ ആ തരത്തിലൊരു ചോദ്യം ചെയ്യലിലേക്ക് പോകുമോ? ഒപ്പം തന്നെ ഇവരെ വിദേശത്ത് പോകാൻ സഹായിച്ചത് ആരാണ്, കൂടുതൽ പേരിതിലുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമല്ലോ അല്ലെ? ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരിയാണ് ലിവിയ. എന്തായാലും കുടുംബവഴക്ക് തന്നെയാണ് ഇതിന് കാരണമെന്ന് വ്യക്തമാക്കുന്നു. ഇതിനിടയിൽ ഷീല സണ്ണിക്ക് വിദേശത്ത് ജോലി ലഭിക്കുന്നു. ആ ജോലി മുടക്കാൻ തന്നെയായിരുന്നു ലിവിയുടെ ഭാഗത്തും ഇത്തരം നീക്കമുണ്ടായത്. പക്ഷേ അത് കുടുംബവഴക്കിനപ്പുറം മറ്റെന്തെങ്കിലും കാരണമുണ്ടോ, കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ടോ, ഇത് എവിടെ നിന്ന് ഈ ഒരു വ്യാജ ലഹരി മരുന്ന് ലഭിച്ചു, ഇതിൽ നാരായണദാസിനപ്പുറം ആർക്കൊക്കെ പങ്കുണ്ട്, മാത്രമല്ല ഈ നൈജീരിയൻ പൗരനുമായി ലിവിയയ്ക്കുള്ള ബന്ധം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇനി വ്യക്തത വരുത്തേണ്ടത്. അതിനെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തും വിശദമായ ചോദ്യം ചെയ്യൽ വേണം. നമുക്കറിയാം സംസ്ഥാനം തന്നെ ഏറ്റവും വിവാദമായ ഒരു കേസാണ് ഷീല സണ്ണി കേസ്. അതിൽ പിന്നീട് വ്യാജ ലഹരി മരുന്നാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എക്സൈസിനെതിരെ വലിയ വിമർശനമുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ആ ഒരു അർത്ഥത്തിൽ കൃത്യമായ രീതിയിലുള്ള അന്വേഷണത്തിലൂടെയാകും എന്തായാലും ഇനി അന്വേഷണ സംഘം മുന്നോട്ട് പോവുക. ഇതിനിടയിലാണ് പിന്നീട് DGP നേരിട്ടിടപെട്ടുകൊണ്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതും പിന്നീട് അന്വേഷണമായി മുന്നോട്ട് പോയത്. നാരായണദാസിൽ നിന്നും കൃത്യമായ പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിരുന്നു. ആ ഘട്ടത്തിലെല്ലാം തന്നെ ലിവിയാണ് ഇതിന് പിന്നിലെന്ന ഒരു മൊഴിയാണ് നാരായണദാസ് അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത്. ആ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ എന്തായാലും വിശദമായ ചോദ്യം
നടപടിയിലേക്ക് എന്തായാലും അന്വേഷണം കടക്കും. ഇന്ന് തന്നെ അത്തരം നടപടിയിലേക്ക് എന്തായാലും അന്വേഷണം കടക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇനി ലിബിയയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. വരും മണിക്കൂറുകൾ അത്തരം ഉത്തരങ്ങൾ എന്തായാലും അന്വേഷണത്തിന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ കൃത്യമായ ചില സൂചനകൾ എന്തായാലും ലഭിച്ചിട്ടുണ്ട്. നൈജീരിയൻ പൗരനിലാണ് ഇവരിത് വാങ്ങിയതെന്ന വിവരമാണ്, 10,000 രൂപയ്ക്ക് വാങ്ങിയതെന്ന വിവരമാണ് അന്വേഷണത്തിന് ഈ ഘട്ടത്തിൽ ലഭിച്ചിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറം കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ആ ഒരു അർത്ഥത്തിലുള്ള എന്തായാലും ചോദ്യം ചെയ്യൽ നടപടി എന്തായാലും അന്വേഷണത്തിന്റെ ഭാഗത്തുനിന്നും ഇന്നുണ്ടാകും. നിതിൻ, ഇപ്പോൾ ഈ ആസൂത്രണം മുഴുവൻ ലിവിയാണ് നടത്തിയത് എന്നാണോ പോലീസ് വ്യക്തമാക്കുന്നത്? പ്രതി നാരായണദാസിനോടകം പിടിയിലായിട്ടുണ്ടല്ലോ. നാരായണദാസിന് ലഭിച്ച മൊഴിയുടെ പ്രകാരമാണെങ്കിൽ ലിവിയാണ് ഇതിന് പിന്നിലെന്ന ഒരു വിവരമാണ് എന്തായാലും അന്വേഷണത്തിൽ ലഭിച്ചിരിക്കുന്നത്. പക്ഷേ അത് പൂർണ്ണമായും ലിവിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ, അല്ല കൂടുതൽ പേർ ഇതിൽ പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. സ്വാഭാവികമായിട്ടും ആ അർത്ഥത്തിലുള്ളൊരു ചോദ്യം ചെയ്യൽ തന്നെയാകും ഇന്ന് അന്വേഷകരുടെ ഭാഗത്തും ഉണ്ടാവുക. കുടുംബവഴക്കിനപ്പുറം മറ്റെന്തെങ്കിലും കാരണം, എന്തൊക്കെ കാരണമാണ് ഈ ഒരു കേസിന് ആസ്പദമായ അല്ലെങ്കിൽ ഈ ഒരു കുറ്റകൃത്യത്തിന് ആസ്പദമായ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ആ ഒരു നിലയിലുള്ള അന്വേഷണമാകും ചോദ്യം ചെയ്യലാകും ഇന്ന് എന്തായാലും അന്വേഷകരുടെ ഭാഗത്തും ഉണ്ടാവുക. നമുക്കറിയാം, പ്രത്യേക അന്വേഷണ സംഘം ഇതിൽ നേരത്തെ തന്നെ നിയോഗിച്ചിരുന്നു. അതിനുശേഷം ഷീല സണ്ണിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു. ഈ മൊഴിയിലെല്ലാം തന്നെ ലിവിയുടെ പേര് തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. പരസ്യമായി തന്നെ ഷീല സണ്ണി അത് വ്യക്തമാക്കിയതുമാണ്. മാത്രമല്ല നാരായണദാസിനെ മുഖാന്തരമാണ് ഈ സ്കൂട്ടറിൽ ഇവർ വ്യാജ ലഹരി മരുന്ന് വെച്ച് കുടിക്കിയതെന്നാണ് നാരായണദാസിന് അന്വേഷണത്തിൽ ലഭിച്ചിരിക്കുന്ന മൊഴി. സ്വാഭാവികമായിട്ടും ഇതിൽ ലിവിയക്കപ്പുറം ആർക്കെങ്കിലും പങ്കുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. ആ ഒരു നിലയിലുള്ള ചോദ്യം ചെയ്യൽ എന്തായാലും പോകും. നിലവിൽ ഇപ്പോൾ അന്വേഷണം വ്യക്തമാക്കുന്നത് ലിവിയ തന്നെയാണ് ഇതിന് പിന്നിലെന്നാണ്. പക്ഷേ വിശദമായ ചോദ്യം ചെയ്യൽ മാത്രമേ ഇതിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാവുകയുള്ളൂ. ശരി, നിതിൻ അംബുജനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലിവിയെ ഇതിനോടകം പോലീസ് കേരളത്തിൽ എത്തിച്ചു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ അവിടെയായിരിക്കും ചോദ്യം ചെയ്യൽ നടക്കുക. മുംബൈയിൽ വെച്ചാണ് ലിവിയ പിടിയിലായത്. ദുബായിൽ നിന്ന് മുംബൈയിൽ എത്തിയപ്പോഴാണ് പിടിയിലായത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ 24നോട് വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ രാത്രിയിലാണ് ലിവിയെയും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചത്. അവിടെ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് എത്തിക്കും. അവിടെ പ്രതി നാരായണദാസിനൊപ്പം എടുത്തി വിശദമായി ചോദ്യം ചെയ്യും. നാരായണദാസിന്റെ മൊഴി അനുസരിച്ച് ലിവിയാണ് ഈ സംഭവങ്ങളുടെ ആസൂത്രക എന്നതാണ്. പോലീസിന് അക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലായിരിക്കും വരും ദിവസങ്ങളിൽ ഇനി നടക്കുക.